ഹായ് ഫ്രണ്ട്സ്, NJP's കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ചെറിയൊരു സൺഡേ വ്ലോഗാണ് കേട്ടോ. രാവിലെ വീടിനടുത്തൊരു എൻഗേജ്മെൻറ്റ് പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ പോയി അങ്ങനെ കംപ്ലീറ്റ് അവിടെ തന്നെയായിരുന്നു ഉച്ചവരെ. അതിനുശേഷം ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ഒന്ന് പുറത്തേക്ക് പോകാൻ വിചാരിച്ചു. അങ്ങനെ പുറത്തു പോകുന്ന കുറച്ച് കാഴ്ചകളാണ് കേട്ടോ ഈ വീഡിയോയിലുള്ളത്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാണ്, ഇത്തരത്തിലുള്ള ലൈഫ് വ്ലോഗ്സ് കാണാൻ താല്പര്യമുള്ളവർ മാത്രം തുടർന്ന് കാണുക, അല്ലാത്തവർ ധൈര്യമായിട്ട് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എൻ്റെ ചെറിയൊരു മേക്കപ്പ് എന്നൊന്നും പറയാനില്ല കേട്ടോ. ജസ്റ്റ് പൗഡറും പിന്നെ നമ്മുടെ മെയിൻ ആയുധം ഐലൈനറും ഐ സ്റ്റിക്കുമാണ്. ഈ രണ്ടും ഉപയോഗിച്ചിട്ടുള്ള മുഖത്തെ കലാപരിപാടികളാണ്. ഇതിൽ ഒരു റീസൺ കൂടിയുണ്ട്. എൻ്റെ ചില ഫ്രണ്ട്സും പിന്നെ കുറച്ച് റിലേറ്റീവ്സും ഒക്കെ എന്നോട് ഇടയ്ക്ക് ചോദിക്കാറുള്ളൊരു കാര്യമാണ്, എങ്ങനെയാണ് ഇങ്ങനെ കണ്ണെഴുതുന്നതെന്ന്. അപ്പം അതും ഒന്ന് വീഡിയോ ആയിട്ട് ചെയ്യാം, അവരൊക്കെ കാണുകയാണെങ്കിൽ ഒന്ന് കണ്ടോട്ടെ എന്നുള്ള രീതിയിലാണ് കേട്ടോ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത്. പൊട്ടും ഐലൈനറിനും കൊണ്ടുള്ളൊരു ഡോട്ടോ റൗണ്ടോ ഒക്കെ ആയിരിക്കും കേട്ടോ. കാരണം എനിക്ക് സ്റ്റിക്കർ പൊട്ട് യൂസ് ചെയ്യുമ്പം തലവേദനയാവും. അങ്ങനെ ഞങ്ങൾ റെഡിയായി ഇറങ്ങി. അധിക വീഡിയോയിലും കാണുന്ന ലൊക്കേഷൻ തന്നെയാണ്, നേരെ പന്തിരങ്കാവ് റൂട്ട് വഴി തന്നെയാണ് പോകുന്നത്. ഇനി ആലോചിക്കുന്നുണ്ടാവും എവിടേക്കാണ് പോകുന്നത് എന്നുള്ളത്. ഏട്ടൻ്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടു, നമ്മുടെ കോഴിക്കോട് മാങ്കാവിൽ ഒരു പുതിയ ഷോറൂം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. മിഠായി തെരുവ് എന്നാണ് ആ ഷോറൂമിൻ്റെ പേര്. കോഴിക്കോട് മിഠായി തെരുവിൻ്റെ സെയിം രീതിയിലാണ് എന്നൊക്കെ കണ്ടു. അപ്പം അവിടെ വരെ ഒന്ന് പോയി എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. പിന്നെ ഞങ്ങൾക്കൊരു ചില്ലടിക്കാനുള്ളൊരു ടൈമും ആവല്ലോ എന്ന് കരുതി അങ്ങനെ ഇറങ്ങി. 4:30 ഇറങ്ങിയത്. ഇത് മാത്രമല്ല, ഇനി അടുത്ത വീക്കിലേക്കുള്ള സാധനങ്ങൾ കൂടി വാങ്ങാനുണ്ട്. ഞാൻ ഓരോ ആഴ്ചത്തേക്കാണ്, മെയിൻലി പച്ചക്കറിയും പിന്നെ ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതും ഒക്കെ മേടിക്കാനുണ്ട്. ഞായറാഴ്ചയാണ്, അത്യാവശ്യം എല്ലാ ഭാഗവും നല്ല തിരക്കായിരുന്നു കേട്ടോ. അവിടെ എത്തുമ്പം ഒരു തിരക്ക് പ്രതീക്ഷിച്ച് തന്നെയാണ് പോകുന്നത്. പിന്നെ വീഡിയോ എടുക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ളതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റണേ എന്നുള്ളൊരു പ്രാർത്ഥനയിലാണ് കേട്ടോ പോയത്. സ്റ്റാർട്ടിങ്ങിലൊക്കെ ഞാൻ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് ക്വിസ് വീഡിയോസും അതുപോലെ തന്നെ PSCക്ക് തയ്യാറെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞപ്പം ഇങ്ങനത്തെ വീഡിയോ വ്ളോഗായിട്ട് ചെയ്യണമെന്ന് തോന്നി. ഒന്ന് ചെയ്തപ്പം ഇൻട്രസ്റ്റിംഗ് ആയി. പിന്നെ ആളുകൾ കാണുന്നുണ്ടോ ഇല്ലയെന്നൊന്നും ആലോചിക്കുന്നില്ല, നോക്കുന്നില്ല. കാരണം കാണാൻ താല്പര്യമുള്ളവർ കാണട്ടെ എന്ന് തന്നെയാണ്. പക്ഷേ ഇത് എൻ്റെ ഒരു ഹാപ്പിനെസ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫോളോ ചെയ്തു പോകുന്നു. PSC ക്ലാസ്സുകൾ ഇനിയും അപ്ലോഡ് ചെയ്യും കേട്ടോ. അങ്ങനെ കോഴിക്കോട് മിഠായി തെരുവിലെത്തി. ഇതാണ് ഈ ഷോറൂമിൻ്റെ പേര്. മാങ്കാവാണെന്നും കൂടി പ്രത്യേകം ഓർത്തിരിക്കുക. കോഴിക്കോട് അല്ലാത്തവരോടാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. നല്ല തിരക്കായിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് ഇത്രയും തിരക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ചില ടൈമുകളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. പുറം ഭാഗത്ത് തന്നെ ഓഫർ പ്രൈസിലുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. ചെരുപ്പും ബാഗും അങ്ങനെ ഉൾപ്പെടെ ബെഡ്ഷീറ്റും ഉൾപ്പെടെ പല കാര്യങ്ങൾ പുറം ഭാഗത്തുണ്ട്. ഉള്ളിൽ കയറിയപ്പം ഉള്ളിൽ ക്ലോത്ത് സെക്ഷനാണ് ഫസ്റ്റ് തന്നെ. ഉള്ളിൽ നല്ല ആളുകളുണ്ട് കേട്ടോ. ലേഡീസിനും കിഡ്സിനും ജെൻസിനും ഒക്കെ ആവശ്യമുള്ള ഡ്രസ്സുകൾ ഇവിടെ ഉണ്ട്. വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കാരണം നിറച്ച് ആളുകളുള്ളതുകൊണ്ട് പറ്റുന്ന രീതിയിലാട്ടോ വീഡിയോ എടുത്തിട്ടുള്ളത്. നിങ്ങളിതാ കാണുന്നത് പോലെ ഒരുപാട് കളക്ഷൻസ്, ഒരുപാട് നല്ല കളർഫുള്ളായിട്ടുള്ള കളക്ഷൻസ് ഉണ്ട്. വിലയും കുറവാണ്. നല്ല ഓഫർ പ്രൈസിൽ 199 rupees ടു സ്റ്റാർട്ടിംഗ് ആണ്. ഇവിടുന്ന് തന്നെയാട്ടോ ബില്ലിങ്ങും. ഈ ഒരു ക്ലോത്തിൻ്റെ സെക്ഷനിൽ എടുത്തതിന് ശേഷം ബില്ലിങ് കഴിഞ്ഞിട്ട് വേണം നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഏട്ടന് ഷർട്ട് നോക്കുകയാണ്. കുറേ ഷർട്ടുകളൊക്കെ നോക്കി ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെ ഏട്ടനൊരു ഷർട്ട് എടുത്തു, പിന്നെ എനിക്കൊരു ടോപ്പ് എടുത്തു. പിന്നെ ഞങ്ങളെ രണ്ടാളെയും ബേസിക് സ്വഭാവം എന്ന് പറയുന്നത് ഒരുപാട് വാരി വലിച്ചെടുക്കുന്ന ഒരു ടൈപ്പ് അല്ലാത്തത് കൊണ്ട് ഈ 2 എണ്ണത്തിൽ മാത്രം ചുരുക്കി. തള്ളിയതല്ല കേട്ടോ. പലർക്കും ഈ ഇത്രയും വിലക്കുറവും ഇത്രയും കളക്ഷൻസും ഒക്കെ കാണുമ്പോൾ എടുക്കാൻ തോന്നും. പക്ഷേ എല്ലാ ഭാഗവും നല്ലോണം അരിച്ച് പെറുക്കി നോക്കിയിട്ടാട്ടോ എടുത്തത്. ഈ ഷർട്ടാണ് ഏട്ടന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ആൾ കംഫർട്ടാണ്. ഈ ഡ്രസ്സിൽ ഇട്ടൊക്കെ നോക്കിയപ്പം ആൾ ഓക്കെയാണ്. അപ്പം അത് സെലക്ട് ചെയ്തു. പിന്നെ എനിക്കൊരു ടോപ്പ് എടുക്കുന്നത് കാണിക്കാൻ പറ്റിയില്ല, അവിടെ നല്ല ആളുകളായിരുന്നു. അപ്പം എടുക്കാൻ പറ്റിയില്ല. കാരണം ഒരുപാട് തിരഞ്ഞാണ് കണ്ടുപിടിച്ചെടുത്തിട്ടുള്ളത് എൻ്റെ ടോപ്പ്. ഞാൻ മറ്റൊരു വീഡിയോയിൽ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഞാൻ എടുത്ത ടോപ്പ് ഏതാണെന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും, ആ കൊട്ടയിലുണ്ട്. മേലുള്ളത് എൻ്റെ ഡ്രസ്സാണ്. അങ്ങനെ ഞങ്ങൾ മേലത്തെ സെക്ഷനിൽ ഒന്ന് കയറി. ഇവിടെ സാരിയും ലെഹങ്ക അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണുള്ളത്. ഇവിടെ എന്തോ ഓഫർ പ്രൈസ് ഇല്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല, ആളുകൾ കുറവായിരുന്നു. താഴെയായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഇതാണ് കേട്ടോ താഴത്തെ വ്യൂ. ഞങ്ങൾ ബില്ലിങ്ങൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത സെക്ഷനിലേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അടുത്ത സെക്ഷൻ ഓഫർ പ്രൈസിലുള്ള ഈ ബാഗുകളൊക്കെയാണ്. നല്ല വിലക്കുറവ് 199 സ്റ്റാർട്ട് ചെയ്യുന്ന ബാഗുകൾ
സ്റ്റാർട്ടിംഗ് അല്ല 199 തന്നെയാണ് ആ ബാഗുകൾക്കൊക്കെ ഉള്ളത്. പിന്നെ കിച്ചൺ ഐറ്റംസിൻ്റെ സെക്ഷനിലേക്ക് പോയി. അവിടെയും നല്ല ഓഫറുകളൊക്കെ ഉണ്ട്. അവിടെയും ഒക്കെ നോക്കി കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തു. കോംബോ ഓഫേഴ്സുള്ള കുറച്ച് ഫ്ലോർ ക്ലീനിങ്ങും എല്ലാം കൂടിയുള്ള ഒരു സെറ്റ് എടുത്തു. പിന്നെ അങ്ങോട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. എല്ലാ ഭാഗങ്ങളും ഒക്കെ നോക്കി ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഒന്ന് പെട്ടെന്ന് ഇറങ്ങിയാൽ മതി എന്നുള്ളൊരു കണ്ടീഷനിലായിട്ടോ, ചൂടൊക്കെ എടുത്തിട്ട്. അങ്ങനെ ഞങ്ങളൊരു കൂൾ ബാറിൽ കയറി അവിടുന്ന് ഒരു ഗ്രേപ്പ് ജ്യൂസും വത്തക്ക ജ്യൂസും തണ്ണിമത്തൻ ജ്യൂസ് അതും കൂടി ഓർഡർ ചെയ്തു. പിന്നെ കട്ട്ലറ്റും സമൂസയും പിന്നെ കടുക്ക നിറച്ചത്, ഏട്ടൻ്റെ ഫേവറേറ്റ് ആട്ടോ കടുക്ക നിറച്ചത്, അതും മേടിച്ചു. അതൊക്കെ കഴിച്ചു. എൻ്റെ ഫേവറേറ്റ് സമൂസയാട്ടോ, അതും കഴിച്ച് എൻ്റെ വത്തക്ക ജ്യൂസും കുടിച്ച് ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. പിന്നെ ഈ നിർത്തിയത് ഞാൻ പറഞ്ഞില്ലേ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ട്, അത് മേടിക്കാൻ വേണ്ടിയിട്ടോ ഇവിടെ നിർത്തിയത്. അപ്പം അതൊക്കെ മേടിച്ച് ഈ കോലത്തിലായിട്ടോ. ഹെൽമെറ്റ് ഒന്ന് അഴിച്ചപ്പം തന്നെ ഒരു സമാധാനമായി. സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ വീട്ടിലെത്തി. 4:30 ഇറങ്ങിയിട്ട് ഏകദേശം 8 മണി 8:30 അടുപ്പിച്ചാട്ടോ വീട്ടിലെത്തിയത്. സാധനങ്ങളൊക്കെ ഓരോ സ്ഥലത്തൊക്കെ വെച്ചു. പിന്നീട് അങ്ങോട്ടുള്ള കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാത്തതുകൊണ്ട് നിങ്ങൾ ഈ കാണുന്ന വീഡിയോയിൽ വെച്ച് ഞാൻ നിർത്തുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് സൺഡേ കംപ്ലീറ്റ് ആക്കിയത്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. LDC എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കായിട്ടുള്ളൊരു വീഡിയോ വൈകാതെ വരുന്നുണ്ട്. ടോപ്പിക് പഞ്ചവത്സര പദ്ധതികളാണ്. മെയിനായിട്ട് 1ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകളാട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്ത LDC എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് ആവശ്യമായിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഇടാം. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് തയ്യാറെടുക്കാം. അപ്പോൾ ഇന്ന് ഇത്ര വരെയുള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എന്നെ ഈ കാണുന്ന നിങ്ങളിൽ ഒരാളായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.